ഇത്രയും നേരം മുക്കിന് മുക്ക് തല്ലുകൊണ്ടിട്ടും ഈ കള്ളപ്പൂച്ചകളുടെ കള്ളി പുറത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂച്ചകളെ ബിലാലിന്റെ അടുത്ത് കൊണ്ടുപോയി യുവമാരുടെ തുണി അഴിച്ചെടുക്കാം. കൊള്ളാം. ഈ ഇൻവിറ്റേഷൻ മിക്കവാറും എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. പൂച്ചകളുടെ സംഘമായ ബിലാൽ ദേവന്റെ കാറ്റ് ഗ്രൂപ്പ് സംഘം 100 വർഷം തികച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇൻവൈറ്റഡ് ആണ്. ഇന്ന് വൈകിട്ട് തീർച്ചയായും വരൂ പൂച്ച നഗറിലുള്ള പൂച്ച സ്ട്രീറ്റിലേക്ക്. 12ാം നമ്പർ കെട്ടിടം, മാർജാരപുരം. നല്ല രസമായിരിക്കും ആ പാർട്ടിയില്. അയ്യോ ഇല്ലില്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പാർട്ടിയിൽ പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അയാള് പറഞ്ഞത് കേട്ടില്ലേ, പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന്. അല്ല എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിനക്ക് ഭാഗ്യമില്ല പാപ്പട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോ നിങ്ങളുടെ TV കണ്ടാ മതി. ഞങ്ങളുടെ കേക്ക് കഴിക്കുമ്പോ അപ്പോഴും നിങ്ങളുടെ TV കണ്ടോണ്ടിരിക്കേ. അയ്യോ, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്, ടിവിയുടെ കണക്ഷൻ ആണെങ്കിൽ കട്ടായിട്ടിരിക്കല്ലേ. ഈ പാർട്ടി ഞങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഓർമ്മയുണ്ടോ ഹണി, ഇന്നലെ നിന്റെ ദേഹത്ത് വീണ ചമ്മന്തി ക്ലീൻ ആക്കി തന്നത് ഈ ഞാനാ. അതെന്റെ മേത്ത് വീഴ്ത്തിയത് നീ തന്നെയല്ലേ? നിനക്ക് പകുതി ചോക്ലേറ്റ് ഞാനാണ് തന്നത്. അത് തന്നതല്ല, ഞാനായിട്ട് തട്ടിപ്പറിച്ചെടുത്തതല്ലേ. അപ്പൊ നീ അത് തിരിച്ചു വാങ്ങിച്ചില്ല, അതല്ല സത്യം. കൊച്ചലിയ, ഇവര് നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണ്. പോപ്പട്ടെ ജോർദാറെ, നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് ഒന്ന് നിർത്ത്. അതല്ല വലിയ എളിയ, നമ്മുടെ കൂട്ടുകാരില്ലാതെ നമുക്ക് പാർട്ടിക്ക് പോകാൻ പറ്റില്ല. കൊച്ചലിയൻ പറഞ്ഞ വളരെ ശരിയാ. നമുക്ക് പാർട്ടി ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ഇവരെ പൂച്ചയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുപോയാലോ? രണ്ടുപേരും നമുക്ക് പൂച്ചകളുടെ വേഷം കെട്ടിക്കാം. നിന്നെ പോലൊരു കൂട്ടുകാരനെ കിട്ടാൻ ഞങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത് ഹണി. ജോർദാറെ, എത്രയും പെട്ടെന്ന് അലമാരുടെ 2ാമത്തെ ഡ്രോയിൽ കിടക്കുന്ന ഡ്രസ്സില്ലേ, അതിങ്ങ് എടുത്തോണ്ട് വാ. പോപ്പട്ടെ, നീ ഈ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കിക്കേ. ഒരു മിനിറ്റ്, അല്ല ഈ വീട് വൃത്തിയാക്കുന്നതിലൂടെ എങ്ങനെയാ ഞാൻ പൂച്ചയായിട്ട് മാറുന്നത്? ആക്ച്വലി മേഡം ഈ ജോലി ഏൽപ്പിച്ചത് എന്നെയാണ്. ഒരു പൂച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്ത് പൂച്ചയാവാലോ. കൊള്ളാം വലിയ എളിയ, ഇവർക്ക് പൂച്ചയുടെ വേഷത്തിൽ പാർട്ടിയിൽ പങ്കെടുക്കാനും പറ്റുമല്ലോ. അത് ശരി. ഞാൻ ഉമ്മാരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാ വന്നത്. എന്നാൽ ഉമ്മാർ പൂച്ചയുടെ വേഷം കിട്ടിയാണല്ലോ പോകുന്നത്. അത് കുഴപ്പമില്ല, പാർട്ടിയിൽ വെച്ച് ജോർദാറിന്റെ പോപ്പറിനെ തനി നിറഞ്ഞ പുറത്താക്കും. അതോടുകൂടി പാർട്ടിയിൽ ഉമ്മയുടെ വിലയും പോവും. ആഹാ, സണ്ണിയെ പോലെ സ്മാർട്ട് ആയിട്ട് ആരും തന്നെ ഇല്ല. ദേ നോക്ക്, നമ്മൾ എത്തിപ്പോയി. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂച്ച ഒരിക്കലും ഓടി ഓടി പോവില്ല. അത് വളരെ ക്ഷമയോട് കൂടി മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായോ? ബിലാൽ സാറേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണം. സർ പ്ലീസ് സർ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം. അതൊക്കെ തരാം, പക്ഷേ ഓട്ടോഗ്രാഫ് എഴുതാനുള്ള പേപ്പർ എവിടെ? ദാ സാറേ, എന്റെ പുറത്ത് തന്നെ എഴുതിക്കോളൂ. ദാ സാറേ, ഇവിടെ എന്റെ മുതുകിൽ തന്നെ എഴുതിക്കോളൂ. അല്ല, ഈ പൂച്ചകളുടെ പാർട്ടിയിൽ ഈ വേറെ ജന്തുക്കൾ എവിടെ നിന്നാ വന്നത്?
മാണ്ടി ജോണ്ടി അണ്ടി അവന്റെ തലക്കിട്ട് ഒരു ഡണ്ടനാട്ടം കൊടുക്ക് ടൺ കണക്കിന് മണ്ണാവട്ടെ. ഞങ്ങളുടെ പാല് കുടിച്ച അവന്മാര് വളർന്നത് ആ എന്നെ തന്നെ പാർട്ടി നടിച്ച് പുറത്താക്കി. എന്റെ പ്രിയപ്പെട്ട പൂച്ച സഹോദരിമാരെ സഹോദരന്മാരെ കേൾക്കൂ, ഇന്നത്തെ ഈ പാർട്ടിയിൽ നമ്മൾ പൂച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഈ പാർട്ടി നമ്മൾ പൂച്ചകൾ മാത്രമേ എൻജോയ് ചെയ്യുകയുള്ളൂ. ഓർമ്മ വേണം, മറ്റേതെങ്കിലും ഒരു ജന്തുവിനെ ഈ പാർട്ടിയിൽ ഞങ്ങളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ മറ്റൊരു പാർട്ടിയിലും പോവാൻ പറ്റാത്ത അവസ്ഥയാക്കും. ആ നീ ഇങ്ങനെ പേടിക്കാതെ സോർദാറേ. നിങ്ങൾ പേടിക്കേണ്ടതേ ഞാനില്ലേ കൂടെ. വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എന്തായാലും ഇത് കലക്കി. വലിയ നീ എന്തിനാ അത് കുടിച്ചേ? കൈ കഴുകാനുള്ള വെള്ളം അത്. എടാ, പൂച്ചകളുടെ പാർട്ടിയിൽ കഴുതെന്താണ് ചെയ്യുന്ന? ഞങ്ങൾ നിന്നോട് ഈ ചോദ്യം ചോദിക്കാനിരുന്നതാ. എടാ, നിന്റെ കൂട്ടുകാരന്മാര് പോപ്പട്ട് ജോർദാറോടെ ആ തത്തമ്മയും ആ ഡോഗിയും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഓ അത് ശരി. അപ്പൊ ഈ രണ്ട് പൂച്ചകളും ആരാണ്? ഓ അത് ശരി, ഇവരാണോ? ഇത് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവറും പിന്നെ അത് തോട്ടക്കാരനുമാണ്. അതെ, ഞാൻ തോട്ടക്കാരനാ. കണ്ടിട്ട് തോട്ടക്കാരൻ ഡ്രൈവറും പോലെ തോന്നുന്നില്ലല്ലോ. എന്നെ പോലെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരെ തോന്നുന്നത്. അത് ഇവര് ഫോറിനിൽ നിന്ന് വന്നവിടെ തോന്നുന്നതാ. എന്തായാലും അവന്മാര് ചെറിയ തമാശ ഒന്ന് കാണിച്ചേക്കാം. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരായ ഹണിയും പണിയും വിദേശികളായ പൂച്ചകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ വിദേശ കാറ്റ് വാക്ക് കാണാൻ പോവുകയാണ്. കാണിക്കൂ. അയ്യോ, അല്ല, ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇവരുടെ ഷർട്ടിൽ ഉറുമ്പ് വല്ലോ കയറിയിട്ടുണ്ടോ? കുന്തം പോലെയാണല്ലോ നടക്കുന്നത്. ബിലാൽ ദേവ് സാറേ, ഇവര് ക്രിയേറ്റീവ് കാറ്റ്സ് ആണ്. ഇവരുടെ കാറ്റ് വാക്കിന് പുതിയ സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കാൻ ഒരു കൈയ്യടി. ഇവര് ക്രിയേറ്റീവ്സ് ആണെന്നോ? എനിക്ക് തോന്നുന്നില്ല. ഇതാ കണ്ടില്ലേ, പൂച്ചകൾ ക്രിയേറ്റീവ്സ് ആണെന്ന് ഈ സണ്ണി സമ്മതിക്കുന്നില്ല. ഇവന്റെ അഭിപ്രായത്തിൽ പൂച്ചകൾക്ക് പുതുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നേ. ഓയേ ഓയേ ഓയേ, നീ അങ്ങനെ ചിന്തിച്ചത് വളരെ തെറ്റായി പോയി. അടിക്കവനെ. എന്താ? ബിലാൽ ദേവ് സാറേ, ദാ നോക്ക്. ഇവനെ ഇവിടെ താഴെ ഇട്ടാ തീർച്ചയായിട്ടും ഇവരെ ചിറകോട്ടുമേൽ പറന്നുയരും. വെയിറ്റർ, ദേ നോക്ക്, എനിക്ക് വേണ്ടി അവിടെ പോയി ഐസ്ക്രീം എല്ലാം എടുത്തോണ്ട് വാ. അയ്യോ, വേണ്ട. ഈ പാർട്ടി ഒന്ന് തീർന്നോട്ടെ. ഈ സണ്ണിയെ തല്ലാൻ എലികൾക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും. ഇത് മോശമായി പോയി സണ്ണി. നീ പൂച്ചയെ പശിയുമായിട്ട് കമ്പയർ ചെയ്തു. നീ പൂച്ചകളെ മാനം കെടുത്തിയിരിക്കുക. നിന്റെ മണ്ടത്തരം കാരണം മറ്റ് ഗസ്റ്റുകൾക്കും അത് ബുദ്ധിമുട്ടായി. എടാ, പൂച്ചകളെ എല്ലാം നീ കിളികളായിട്ട് കമ്പയർ ചെയ്യുന്നോ? ഈ അപമാനം ഞാൻ ഒരിക്കലും സഹിക്കില്ല. അടിച്ചവന്റെ എല്ലൊടിക്കടാ വേഗം. ഇത്രയും നേരം മുക്കിന് മുക്ക് തല്ലുകൊണ്ടിട്ടും ഈ കള്ളപ്പൂച്ചകളുടെ കള്ളി പുറത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂച്ചകളെ ബിലാലിന്റെ അടുത്ത് കൊണ്ടുപോയി യുവമാരുടെ തുണി അഴിച്ചെടുക്കാം. ദേ നോക്ക്, ബാഹുബലി.
അതെ, അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് ബിലാൽ സാറേ, ഇവന്മാര് പൂച്ചകളൊന്നുമില്ല. ഇത് ഡോഗിയും തത്തമ്മയാണ്. ഞാൻ ഇത്രയും നേരം ഇത് പറയാനാണ് ശ്രമിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നോക്കിയോ, ഇവിടെ കോസ്റ്റ്യൂം ഞാൻ അഴിച്ചെടുത്ത് കാണിച്ചു തരാം. എടാ സണ്ണി, അത് ഹണിയും ബണിയുമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ പിള്ളേരാണവർ. എന്താ? ഞങ്ങളെ രക്ഷിക്കണം. ഈ സണ്ണി ഞങ്ങളുടെ പുറകെ നടന്ന് ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. എടാ, ഇവന്മാരുടെ കള്ളി വെളിച്ചത്താകും മുമ്പ് ഞാൻ പുറത്താകാൻ നോക്കണം. എത്രയും പെട്ടെന്ന് സ്ഥലപ്പെടുന്ന നല്ലത്. സണ്ണി സ്ഥലം വിട്ട് കൂട്ടുകാരെ, അവനെ അങ്ങ് മറന്നേക്ക്. ഇനി നമുക്ക് സമാധാനത്തോടെ പാർട്ടി എൻജോയ് ചെയ്യാം. സംശയമുണ്ടോ? എന്തു പറ്റി? എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ? ഇത്ര സുന്ദരനായ ഒരു പൂച്ചയെ ഇന്ന് വരെ കണ്ടിട്ടില്ലേ? ഈ പാർട്ടിക്ക് വേണ്ടി നമുക്കൊരു സെൽഫി എടുത്താലോ? നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു ഹണി. പണി എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഇല്ലെങ്കിൽ യുവമാര് നമ്മളെ ചവിട്ടി കൂട്ടും. അത് പിന്നെ ഞങ്ങൾക്ക് മാപ്പ് തരണം ബിലാൽ സാറേ. ഞങ്ങൾ എങ്ങനെയാണ് മാപ്പ് ചോദിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ വേഷത്തിലായതുകൊണ്ടല്ലേ മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വന്നത്. ഞാൻ എന്റെ ചിറക് കൂപ്പി മാപ്പ് ചോദിക്കുകയാണ് ബിലാൽ ദേവ് സാറേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ. ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവരില്ലാതെ ഈ പാർട്ടിക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പാർട്ടി എൻജോയ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. നിങ്ങളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോ എനിക്ക് എന്റെ ഒരു പഴയ കൂട്ടുകാരനെയാണ് ഓർമ്മ വന്നത്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ മതി വരുവോളം പാർട്ടിയിൽ പങ്കെടുക്കാം. ഇന്നത്തെ ഈ പാർട്ടി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ആയിക്കോട്ടെ. ഹായ് ഹായ് ഹായ്. അഥവാ സണ്ണി നമ്മുടെ കള്ളത്തരം വെളിച്ചത്താക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അവന് ഈ പാർട്ടിയിൽ പങ്കെടുക്കായിരുന്നല്ലോ. മാത്രമല്ല അടിയും വാങ്ങിച്ച് കൂട്ടില്ലായിരുന്നു.